ഓ സിമ്പിൾ ആണ്, പക്ഷെ ശ്രദ്ധിച്ച് വേണം ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ. കാരണം ഹെവി സാധനങ്ങളാണ്. ഇതിപ്പോ ഇന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇതിന്റെ വർക്ക് തീർക്കാം. പൊട്ടിക്കണം എന്ന് വിചാരിച്ചിട്ട് മെനക്കെട്ട് ഇറങ്ങുന്നവൻ ഏത് ചുമരും പൊട്ടിക്കും. ചെങ്കല്ല് പൊട്ടും, കോൺക്രീറ്റ് ബ്ലോക്കുകൾ പൊട്ടും, എല്ലാം പൊട്ടും. ഹോസ്പിറ്റലുകളാണെങ്കിലും ബിൽഡിങ്ങുകളാണെങ്കിലും വീടുകളാണെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. 3 ഇഞ്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് വയറിംഗ് ചെയ്യാം, പ്ലംബിംഗ് ചെയ്യാം, കട്ട് ചെയ്യാം, എല്ലാം ചെയ്യാം. ഒരു ടെൻഷനും ഇല്ല. 145 അതായത് മൊത്തം മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് നമ്മള് സൈറ്റിൽ കൊണ്ടുവന്ന് ഇതുപോലെ സെറ്റ് ചെയ്ത് ജോയിന്റ് ഫില്ല് ചെയ്ത് കൊടുക്കുന്ന വരെയുള്ള 2 ഫ്രെയിം അടിച്ചിട്ട് നമ്മൾ സിമന്റ് ബോർഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഇതിനേക്കാളും ഒരു 35 രൂപ സ്ക്വയർ ഫീറ്റിന് കൂടുതലുള്ളൂ. ഇതിപ്പോ കേറി സെറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചുമറിന്റെ അതേ പവറായി. ഇനിയിപ്പോ ടൈലിട്ട് കഴിഞ്ഞാൽ ഈ ചാനല് ഉള്ളിൽ കവറായി പോയി. അതാണ് നിങ്ങൾക്കുള്ള ഉത്തരം. മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തി ഇപ്പൊ കുറച്ച് ആൾക്കാർ ഇതിനെ നെഗറ്റീവായിട്ടൊക്കെ പറഞ്ഞു തന്നു. ഇപ്പൊ അവര് പോലും ഇത് ഉപയോഗിക്കുന്ന രീതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 4 മീറ്റർ വരെ നമുക്ക് സപ്പോർട്ട് ഇല്ലാണ്ട് നിർത്താൻ പറ്റും. അഡീഷണൽ സപ്പോർട്ട് ഇല്ലാണ്ട്. ഇതാണ് ഇതിന്റെ ബലം, അതവിടെ ഉണ്ടാവും. ഹായ് ഫ്രണ്ട്സ്, വീട് പണിയാൻ എത്ര സമയം വേണം, അല്ലെങ്കിൽ എത്ര ചെലവ് വേണം? വീടാണെങ്കിലും ബിൽഡിംഗ് ആണെങ്കിലും പാർട്ടീഷനുകളാണെങ്കിലും അതിവേഗം പണിയുന്ന ഒരു സിസ്റ്റം ആട്ടോ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയ ഇതുപോലുള്ള പാനലുകൾ, AC പാനലുകൾ, ഈ ഒരു പാനൽ വെച്ചിട്ട് അതിവേഗം ബിൽഡിങ്ങിന്റെ ഒരു വർക്ക് അല്ലെങ്കിൽ റൂഫ് പാർട്ടീഷനുകൾ ചെയ്യുന്നതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീട് പണിയാണെങ്കിലും ഓഫീസിന്റെ വർക്ക് ആണെങ്കിലും എന്താണെങ്കിലും ഹോസ്പിറ്റൽ ആണെങ്കിലും ബിൽഡിംഗ് ആണെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും ഇതാ ഈ ഒരു രീതിയിൽ പണിയാണെങ്കിൽ അതിവേഗം തീർക്കാൻ പറ്റും. സ്മാർട്ട് ബിൽഡേഴ്സിന്റെ ടീമാണ് ഇപ്പൊ ഇത് പണിതുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരുപാട് ആൾക്കാർ ഇനിയുള്ള കാലം ഈ ഒരു ഐഡിയ തന്നെ ഉപയോഗിക്കും. മുമ്പ് നമ്മൾ പരിചയപ്പെടുത്തിയപ്പോ കുറച്ച് ആൾക്കാർ ഇതിനെ നെഗറ്റീവായിട്ടൊക്കെ പറഞ്ഞു തന്നു. ഇപ്പൊ അവര് പോലും ഇത് ഉപയോഗിക്കുന്ന രീതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മജീഷേട്ടുണ്ട്. മജീഷേട്ടാ, എന്താ എത്ര വേഗാണല്ലേ പണി നടക്കുന്നത്? പിന്നെ ഫാസ്റ്റ് അല്ലേ? വീടുകൾ ഒരുപാട് നിർമ്മിച്ചതുപോലെ ഇഷ്ടം പോലെ വീടുകൾ ചെയ്തു. ഇപ്പോൾ ആൾക്കാർക്ക് ഉണ്ടാവുന്ന സംശയം എന്താന്ന് വെച്ചാല് വീട് നിർമ്മിക്കുമ്പോ ഇത് സാധ്യമല്ല, ബിൽഡിങ്ങിനൊക്കെ ആണെങ്കിൽ പറ്റും എന്നാ പറയാറുള്ളത്. വീടും നിർമ്മിക്കുന്നുണ്ട് ഇഷ്ടം പോലെ. ഇപ്പൊ നമ്മള് ഓൾറെഡി കേരളത്തിൽ മാത്രല്ല പുറത്തൊക്കെ എല്ലായിടത്തും ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോ ഈ ഒരു പാനൽ ഇറങ്ങിയിട്ട് കുറച്ച് വർഷമായി. ഇപ്പോ 2 കമ്പനിയാണ് മെയിൻ ആയിട്ട് ഇറക്കുന്നത്, AC പാനലുകളായിട്ടും അതുപോലെ ബിർള ആണെങ്കിലും റെനാക്കോൺ ആണെങ്കിലും 2 കമ്പനികൾ ഇറക്കുന്നുണ്ട്. പക്ഷെ എല്ലാം ഒരേ സിസ്റ്റം തന്നെയാണ്. ഇപ്പൊ വീട് പണിയിൽ ഇത് എളുപ്പമാക്കാൻ ഇപ്പൊ ഈ കാണുന്ന ഏരിയയിലെ വർക്ക് ഇത്രയും ഏരിയ ഉണ്ട്, എത്ര ദിവസം വേണം? ഇതിപ്പോ നമുക്ക് 2 ദിവസം കൊണ്ട് തീരും. 2 ദിവസം കൊണ്ട് പരിപാടി. ഇപ്പൊ ഈ കാണുന്ന പാനലിന്റെ ഒരു ഡീറ്റെയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഇതാണ് പാനൽ അല്ലേ? ഇതിൽ വരുന്ന മെറ്റീരിയൽ എന്തൊക്കെയാണ് ഇതിനകത്ത്? ഇത് വരുന്നത് ഫ്ലൈ ആഷും സിലിക്കയാണ്. പിന്നെ അതിന്റെ 2 സൈഡിൽ വരുന്നതെന്ന് വെച്ചാല് 3mm സിമന്റ് ഷീറ്റ് വെച്ചിട്ട് കംപ്രസ് ചെയ്ത് വരുന്നതാണ്. നമുക്ക് അടുത്ത് വന്നാൽ കാണാൻ പറ്റും. ഇതാ ഈ ഒരു കട്ടിംഗ് ഏരിയ അല്ലെങ്കിൽ ഈ ഒരു പാർട്ടീഷൻ കാണാം. ഇത്ര 3mm വരുന്ന 2 ഷീറ്റും ഈ സിലിക്ക ഫ്ലൈ ആഷ് വരുന്ന, അതായത് നമ്മളെ AC ബ്ലോക്കിന്റെ സെയിം മെറ്റീരിയൽ. ഓവർ വെയിറ്റ് ഒന്നും ഉണ്ടാവില്ല, നമുക്ക് എടുത്ത് വെക്കാം, വാള് ബിൽഡ് ചെയ്യാം. അതൊക്കെ വാള് വരാനുള്ള അല്ലേ? അതൊക്കെ വാള് ഇടാനുള്ള. ഇത് നമുക്ക് ബാത്റൂം ആയിട്ട് തിരിയാനുള്ളതാ ഇവിടെ അല്ലേ? ഈ ഒരു പോർഷൻ ഇതൊരു ബാത്റൂമാണ്. ഇത് ബാത്റൂം ആണ് വരുന്നത്. ഇത് രണ്ടും ആണ്. ഇത് 2 റൂമായിട്ട് വരുന്നതാണ്. ഇനിയിപ്പോ ഈ ഒരു ചുമര് ഇതിന്റെ ഹൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. ഇത് 10 അടി 9 അടി എങ്ങനെ? ഇത് 3 മീറ്റർ ഹൈറ്റ്. മീറ്ററിലാണ് പറയുന്നത്. 3 മീറ്റർ ആണ്. 3 മീറ്ററിലാണ്. അതുപോലെ ഇത് അടിയിൽ പലരും 2 അടി എന്ന് പറയാറുണ്ടെങ്കിലും 60 സെന്റിമീറ്റർ ആണ് കറക്റ്റ് വരിക. അത്രയും വലിയ ഒരു വോളിനെ നേരെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ റൂം വളരെ വേഗത്തിൽ പണി തീർക്കാം. ഇനിയിപ്പോ നിങ്ങളുടെ അടുത്ത സംശയം എന്താ വെച്ചാൽ ഇത് ബലമുണ്ടോ പൊട്ടോ എന്നൊക്കെ അല്ലേ? ഇതിന് അങ്ങനെ അങ്ങനെ പൊട്ടുന്ന ഒരു സംഭവമല്ല. ഇതിപ്പോ കേറി സെറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചുമറിന്റെ അതേ പവറായി. ഓക്കെ, നമ്മളിപ്പോ ഇത് പരിചയപ്പെടുത്തുന്നത് മുക്കത്ത് നിന്നാണ്. ഇവിടെ KMCG ഹോസ്പിറ്റലിലൊക്കെ ഒരുപാട് സംഭവം ചെയ്തു എന്ന് പറയുന്നു. അവിടെയും ചെയ്തിട്ടുണ്ട്. ഇഷ്ടം പോലെ. അപ്പൊ ഹോസ്പിറ്റലുകളാണെങ്കിലും ബിൽഡിങ്ങുകളാണെങ്കിലും വീടുകളാണെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് പറയാം. ഇത് അതിവേഗം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു. ഇനി അതല്ല, അതിലേക്ക് പെട്ടെന്ന് ചൂടടിക്കുക അല്ലെങ്കിൽ മഴ ഉള്ളിലേക്ക് കയറുക അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. കാരണം ഇത് 3 ലെയർ ആയിട്ടാണെന്ന് പറഞ്ഞു. പുറമേയുള്ള പാളിന്ന് കവർ ചെയ്തിട്ട് വേണം അടുത്തേക്ക് വരാൻ അല്ലേ? ഓക്കെ,
ഈ ഒരു വാള് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 9 അടിയാണ് വരുന്നത്, 3 മീറ്റർ. ഇത് 3 മീറ്റർ, ഏകദേശം 10 അടി. അതെ, നമ്മളെ ഹൈറ്റ് അതിലും കൂടുതലാണ്. ഹൈറ്റ് 11.5 അടി ഉണ്ട്. 11.5 അടി ഉണ്ട് അല്ലെ. അപ്പൊ ഒരു പീസ് ജോയിന്റ് ചെയ്തു. അപ്പോ എത്ര ഹൈറ്റ് ആണെങ്കിലും നമുക്ക് ബിൽഡ് ചെയ്യാം. ഏകദേശം 4 മീറ്റർ വരെ നമുക്ക് സപ്പോർട്ട് ഇല്ലാണ്ട് നിർത്താൻ പറ്റും. അഡീഷണൽ സപ്പോർട്ട് ഇല്ലാണ്ട്. ഓക്കെ, 4 മീറ്റർ ഹൈറ്റ് വരെ 4 മീറ്റർ ഹൈറ്റ് വരെ ഇത് കൊടുക്കാം. ഇതില് ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ ഇതിന്റെ 2 സൈഡില് 2 രീതിയിലുള്ള ജോയിന്റ് വരും അല്ലെ. മെയിൽ ഫീമെയിൽ ഇത് ഇങ്ങനെ വെച്ച് നമുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്താ ഇത് ലോക്കായി. അപ്പൊ ഇങ്ങനെ തള്ളിയാ വീഴോ എന്നുള്ള ടെൻഷൻ വേണ്ട. അപ്പൊ അതൊക്കെ ഇവിടെ വെച്ചതാണ്. ഇത് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. തള്ളിയാ വീഴോ എന്നുള്ള ടെൻഷൻ ഇതിൽ വരില്ല കേട്ടോ. ഈ ഒരു ഗ്യാപ്പിൽ ഇത് ജോയിന്റ് ആയി അല്ലേ. ഇനിയിപ്പോ ഈ ബാക്കിയുള്ള ജോയിന്റിനാണ് നമ്മള് മെഷ് മെഷ്. അതായത് ഫസ്റ്റ് കോട്ട് ഒരു ലെയർ പൊട്ടിയിടും, അതിന്റെ മുകളിൽ മെഷ് വെക്കും. മെഷ് വെച്ചിട്ട് അതൊന്ന് ഡ്രൈ ആയി കഴിയുമ്പോ സെക്കൻഡ് കോട്ട് പുട്ടി അപ്ലൈ ചെയ്യും. അപ്പൊ ഇത് സെറ്റ് ആയി. ഞാൻ ഒന്ന് തള്ളി നോക്കട്ടെ. ഒരാൾ നേരത്തെ തള്ളലെന്നാ പറയുന്നത്. ഇതിപ്പോ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ, എന്നാലും നിങ്ങൾ തള്ളി നോക്കിക്കോളി. ഞാൻ തള്ളാൻ പോകുന്നത് സ്ട്രൈറ്റ് ആയിട്ടാട്ടോ. ഈ സൈഡിലേക്ക് തള്ളാനൊന്നും പറയരുത്. ഇതിങ്ങനെ ഇപ്പൊ ഒരു ചെറിയൊരു ഷേക്ക് പോലെ ഉള്ളത് ഇത് ഫില്ല് ചെയ്തിട്ടില്ല, സെറ്റ് ചെയ്തിട്ടില്ല. ഈ ഒരു ഭാഗത്തൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. ഇതൊക്കെ ഫുൾ ആയിട്ട് വോളായി കഴിഞ്ഞു. ഇതൊക്കെ ഇന്നലെ ചെയ്തതാണോ? ഇല്ല, ഇതിപ്പോ ഇന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് ഇതിന്റെ വർക്ക് തീർക്കാം. ഏകദേശം ഒരു 3/4 ഭാഗത്തോളം തീരും. നാളത്തോടുകൂടി ഫുൾ ഫിനിഷ് ആയി അല്ലെ. അപ്പൊ നേരത്തെ നമ്മള് വീട് പണിക്കാണെങ്കിലും ഇനിയിപ്പോ മതിലുകളാണെങ്കിലും ഹോസ്പിറ്റലിനാണെങ്കിലും ഒക്കെ അത് പറ്റുമെന്ന് പറയുന്നു. ഇതിൽ ഏറ്റവും വലിയ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ടെൻഷൻ, ഇത് 2 ഇഞ്ചാണല്ലോ. ഈ 2 ഇഞ്ചില് പ്ലംബിംഗ് നടക്കോ വയറിംഗ് നടക്കോ എന്നൊക്കെ അല്ലേ. അത് 2 ഇഞ്ചിലാകുമ്പോ ഫുൾ കൺസീൽഡ് ചെയ്യാൻ പറ്റൂല. അതായത് ഔട്ടറിൽ കൂടെ നമുക്ക് എന്തും ചെയ്യാം. സ്ക്രൂ ചെയ്യാതില് എല്ലാം ചെയ്യാം. സ്ക്രൂ ചെയ്താലൊന്നും ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോ 3 ഇഞ്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഫുൾ കൺസീൽഡ് ചെയ്തിട്ട് തന്നെ. അതാണ് നിങ്ങൾക്കുള്ള ഉത്തരം. 3 ഇഞ്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് വയറിംഗ് ചെയ്യാം, പ്ലംബിംഗ് ചെയ്യാം, കട്ട് ചെയ്യാം, എല്ലാം ചെയ്യാം. ഒരു ടെൻഷനും ഇല്ല. നമ്മളെ ചുമരുമേൽ എന്ത് പർപ്പസ് ആണോ ചെയ്യുന്നത് അതൊക്കെ ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. അതിവേഗം നിങ്ങളുടെ വീടിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ബിൽഡിങ്ങിന്റെ വർക്ക് തീർക്കാൻ പറ്റും. ഇത് ഈ ചാനലിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കൂലേ. ഇങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാല് അതവിടെ സെറ്റായി. ഇനി ഇതിന്റെ മേലെ പുട്ടിയാണെങ്കിലോ ഒക്കെ ഇടാം. പക്ഷെ ഒരാൾ ചോദിച്ചുകൊണ്ടിരിക്കുക, ഈ കാണുന്ന ചാനൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പുട്ടി ഇളകി പോരില്ലേ, അതൊക്കെ ടെൻഷൻ അല്ലേ? എങ്ങനെ ഈ ഒരു ചാനലേ ഫ്ലോറിൽ ഉണ്ടാകുമ്പോ ഒന്നില്ലെങ്കിൽ അത് കാണും, അതിന് മേലെ പൊട്ടിയിട്ടാൽ അവിടെ പൊട്ടിപ്പോരൊക്കെ കാണില്ല. അല്ല, ഈ ചാനൽ വരുന്നത് വെച്ചാൽ ശരിക്കും ഇനിയിപ്പോ ടൈലിട്ട് കഴിഞ്ഞാൽ ഈ ചാനൽ ഉള്ളിൽ കവറായി പോയി. അതാണ് നിങ്ങൾക്കുള്ള ഉത്തരം കേട്ടോ. ഇതിന്റെ മേലെ ഗ്രൗട്ട് വരും, അല്ലെങ്കിൽ സിമെന്റ് വരും, അതിന്റെ മേലെ ടൈല് വരും. അപ്പൊ ഈ ഒരു ഹൈറ്റ് കവറായി പോയി. ഇനിയിപ്പോ മുകളിലെ ചാനൽ ആണെങ്കിൽ ഇവിടെ സീലിംഗ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് അതും കവറായി. പിന്നെ നമ്മൾ ആകെ ചുമര് മാത്രമേ കാണൂ. പിന്നെ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ പോയി അന്വേഷിച്ചാലേ അത് ആ ചുമരാണോ ഏത് ചുമരോ ഒന്നും മനസ്സിലാവില്ല. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോ ചിലരെങ്കിലും പറയും സിമെന്റ് ബോർഡ് ഉപയോഗിച്ചാലും നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, ചെലവ് കുറക്കാൻ പറ്റില്ല എന്നൊക്കെ. ചെലവ് കുറയൂല സിമെന്റ് ബോർഡിൽ ഒരിക്കലും. കാരണം എന്ന് വെച്ചാല് 2 ഫ്രെയിം അടിച്ചിട്ട് നമ്മൾ സിമെന്റ് ബോർഡ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഇതിനേക്കാളും ഒരു 35 രൂപ സ്ക്വയർ ഫീറ്റിന് കൂടെ ഉള്ളൂ. സ്ക്വയർ ഫീറ്റ് മേലെ 35 രൂപ കൂടും. ഇതാകുമ്പോ ഒറ്റ സോളിഡ് പാനൽ അങ്ങ് വെക്കുകയാണ് അല്ലെ. സിമെന്റ് ബോർഡ് ആകുമ്പോ 2 സൈഡിൽ അടിക്കണം. അത് അതിന്റെ സ്ട്രെങ്ത് കിട്ടണേ കറക്റ്റ് 2 ഫ്രെയിം അടിക്കണം. ആ ഫ്രെയിമിന്റെ ഒക്കെ കോസ്റ്റ് വെച്ച് കൂട്ടുമ്പോ ഇതിനേക്കാളും ഒരു 35 രൂപ സ്ക്വയർ ഫീറ്റിന് കൂടും അല്ലെ. അപ്പൊ ഇനി വേറൊരു കാര്യം, ഏറ്റവും കൂടുതൽ ആൾക്കാരെ ടെൻഷൻ അടിക്കുക, നേരത്തെ പറഞ്ഞ പോലെ മഴവെള്ളം അടിക്കുക, ചൂടടിക്കുക, ഇതിനൊന്നല്ല. സൗണ്ട് പ്രൂഫ് വീടുകൾ ചെയ്യുമ്പോൾ സൗണ്ട് ഈ സിമെന്റ് ബോർഡൊക്കെ വെച്ചാൽ പലപ്പോഴും സൗണ്ട് അപ്പുറത്തൊക്കെ കേൾക്കുന്ന ഒരു സിസ്റ്റം പറയാറുണ്ട്. ഇതിനെങ്ങനെയുണ്ടാവും? ഇതിന് അത്യാവശ്യം നല്ല സൗണ്ട് പ്രൂഫാണ്. അതായത് നമ്മളെ ചുമരിന്റെ ഏകദേശം അതേ തന്നെ, ചൂടായാലും അടിക്കൂല, സൗണ്ടും അങ്ങനെ തന്നെയാണ്. കാരണം ഇത് ഫുള്ള് സോളിഡ് ആയിട്ട് വരുന്നതാണ്, ഉള്ളില് പൊള്ളയായിട്ട് വരുന്നതല്ല. അതുകൊണ്ട് നല്ല സൗണ്ട് ഈ പ്രൂഫായിട്ട് നിന്നോളൂ അല്ലെ. ഇപ്പൊ നമ്മൾ ഈ റേറ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോ ഇതിന്റെ റേറ്റ് എത്ര എന്നുള്ളതാണ് അടുത്ത അവരുടെ ചോദ്യം. ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് നിങ്ങൾ 2 ഇഞ്ചിന് എങ്ങനെയാണ്? 2 ഇഞ്ചിന് നോർമലി ചെയ്യുന്നത് 145 ആണ്. അതായത് മൊത്തം മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് നമ്മള് സൈറ്റിൽ കൊണ്ടുവന്ന് ഇതുപോലെ സെറ്റ് ചെയ്ത് ജോയിന്റ് ഫില്ല് ചെയ്ത് കൊടുക്കുന്ന വരെയുള്ള ചാർജ് അല്ലെ.
അതിപ്പോ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എവിടെയാണെങ്കിലും അത് തന്നെയാണ്, പിന്നെ ടെൻഷൻ ഇല്ല. ഇനിയിപ്പോ 3 ഇഞ്ചാണ് നമ്മൾ കുറച്ചുകൂടി തിക്കില് ചെയ്യുകയാണെങ്കിലോ അത് ഒരു 195 തീരും അല്ലെ? അതാണ് അതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഇനി ആ റേറ്റ് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യാൻ നിൽക്കണ്ട, വീഡിയോ ഫുള്ള് കണ്ടാൽ കിട്ടും. ഓക്കെ, അപ്പൊ ഇനി സിമെന്റ് ബോർഡ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ചോദ്യം കൂടി, സിമെന്റ് ബോർഡ് ആണോ ഫാസ്റ്റിൽ തീരുക, ഇതാണോ ഫാസ്റ്റിൽ തീരുക? ഇതേ തീരുള്ളൂ. സിമെന്റ് ബോർഡ് ഒരിക്കലും, കാരണം ഫ്രെയിം അടിച്ച് 2 ഭാഗവും ഈ ഷീറ്റ് വെച്ച് സ്ക്രൂ ചെയ്ത് വരുമ്പോഴേക്കും ഇതിനേക്കാളും സമയം പിടിക്കും. കാരണം ഞങ്ങള് ഫസ്റ്റിൽ ചെയ്തോണ്ടിരുന്നത് സിമെന്റ് ബോർഡായിരുന്നു, അതിൽ നിന്ന് ഞങ്ങൾ തന്നെ മാറിയതാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഇതിലേക്ക് വിൻഡോകൾ ഡോറുകളൊക്കെ വെക്കുമ്പോ ഇതുപോലെ ആയിരിക്കുമല്ലോ, സ്റ്റീൽ വിൻഡോ ആണല്ലോ ഇപ്പൊ കാണാറുള്ളത്, ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലെ? ഈ 2 ഇഞ്ചിൽ ചെയ്യണം. അതെ, 2 ഇഞ്ചില്. അത് അലൂമിനിയം ഫാബ്രിക്കേഷനിലാണെങ്കിൽ സുഖമായിട്ട് അതിന്റെ മെറ്റീരിയൽ എല്ലാം കിട്ടും, അവൈലബിൾ ആണ്. അപ്പൊ ഇത് ഫിനിഷ് ചെയ്തിട്ട് വെച്ചാൽ മതി. അതായത് ഇതിന്റെ സ്ലോട്ട് ഒക്കെ നമ്മൾ ഒഴിവാക്കിയിടും, ഈ ഡോറിന്റെതായാലും ഇതുപോലെ അല്ലെ? എല്ലാം ഒഴിവാക്കിയിടും. പിന്നെ അവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്താൽ മാത്രം മതി, സ്ക്രൂ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ സ്ക്രൂയിങ്ങിന് ടെൻഷൻ ഒന്നുമില്ല, സ്ക്രൂ ഹോൾഡർ ആണ്, ഫുള്ള് ഹോൾഡർ ആണ്. ഇത് അടിയിൽ പിടിപ്പിക്കാറില്ല, ഇങ്ങനെ സെറ്റ് ആക്കണം അല്ലേ? സ്ക്രൂ ചെയ്യൊന്നും വേണ്ട, ടൈറ്റ് ചെയ്താൽ മതി. അതിപ്പോ എന്താ വെച്ചാല് ഫ്ലോറ് ലെവലായിരിക്കൂല, കാരണം ഇത് വാട്ടർ ലെവൽ ഇത് ഇടുന്നല്ലോ. അപ്പൊ എന്താ വെച്ചാല് നമുക്ക് അതൊന്ന് സീറ്റിംഗ് ആക്കാൻ വേണ്ടിട്ട് ഒരു പൂള് വെച്ച് സെറ്റ് ചെയ്യുന്നതാണ് അല്ലേ? ഓക്കെ, ഇനിയിപ്പോ ഈ ഒരു ഷീറ്റ് തുരുമ്പ് പിടിച്ചു പോവോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടാവും ആൾക്കാർക്ക്. ഇത് ഇനിയിപ്പോ സെറ്റ് ആയി കഴിഞ്ഞിട്ട് ആ സാധനം മൊത്തമായിട്ട് 2 സൈഡ് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ സാധനം വീഴാൻ പോകുന്നില്ല അല്ലേ? ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും അല്ലേ? അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവും. ഒരു 70 കിലോ വെയിറ്റ് വരും ഒരു ഷീറ്റ്. 70 കിലോ വെയിറ്റ് വരുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ആ ഷീറ്റുകളാണ് ഇവിടെ അടുക്കി വെച്ചോണ്ടിരിക്കുന്നത്. ഷീറ്റ് കൂടി എടുത്തു വെക്കാട്ടോ. കൊടുത്തു പൊങ്ങട്ടെ. ഓ, സിമ്പിൾ ആണ്, പക്ഷെ ശ്രദ്ധിച്ച് വേണം ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ, കാരണം ഹെവി സാധനങ്ങളാണ്. ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ പറഞ്ഞാല് വീട് പണി എളുപ്പമാക്കാനുള്ള ഒരു ടെക്നിക്ക് തന്നെയാണ്. കാലം മാറുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഓരോ മാറ്റങ്ങൾ കൊണ്ടുവരും. അത് ചെയ്യുന്ന ടീമിനെ നമ്മൾ പരിചയപ്പെടുത്തുകയും ചെയ്യും. അതിൽ ആൾക്കാർക്ക് നെഗറ്റീവായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവാം. ഈ ഒരു പ്രൊഡക്റ്റ് പെട്ടെന്ന് അടിച്ചാൽ പൊട്ടോന്നല്ല നിങ്ങളുടെ സംശയം, അത് തീർക്കാൻ ഞാൻ ഈ ഹാമർ കൊണ്ട് അടിക്കട്ടെ? അടിച്ചോളി, എനിക്ക് ചെറിയ പേടിയുണ്ട് കേട്ടോ. ഇങ്ങനെ അടിച്ചാ മതിയോ? ഞാൻ അടിച്ചരാ, അത് പോരാ, പവറിൽ തന്നെ അടിക്കാന്നാ പറയുന്നത്. ഒന്ന് അടിക്കട്ടെ. അങ്ങനെ പെട്ടെന്ന് ഡാമേജ് ആവില്ല. പിന്നെ ഇത് പൊട്ടിക്കണം എന്ന് വിചാരിച്ചാ പൊട്ടിക്കാം. അതിപ്പോ നമ്മള് ഏത് ചുമരായാലും പൊട്ടിക്കണം എന്ന് വിചാരിച്ചിട്ട് മെനക്കെട്ട് ഇറങ്ങുന്നവന് ഏത് ചുമരും പൊട്ടിക്കും. ചെങ്കല്ല് പൊട്ടും, കോൺക്രീറ്റ് ബ്ലോക്കുകൾ പൊട്ടും, എല്ലാം പൊട്ടിക്കാൻ വിചാരിച്ച. പക്ഷെ അതുപോലെ അങ്ങനെ പെട്ടെന്ന് പൊട്ടുന്ന ഒരു സാധനം അല്ല ഇത് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഉറപ്പാണ്. ശരിക്കും പറഞ്ഞാലേ കൂട്ടിപ്പിടുത്താണ് ബലത്തിന്റെ ബാക്കിലുള്ള. ഇതിപ്പോ ഒരു ചുമരായില്ലേ, അതായത് എല്ലാം സെറ്റ് ആയി കഴിഞ്ഞു. ഇതാണ് നമ്മൾ മെഷിട്ട് ഫിനിഷ് ചെയ്ത്. ഇനി ഒരു കോട്ടും കൂടെ വരാണ്ട് ഇതിന്റെ മുകളിൽ. ഇത് ഫസ്റ്റ് കോട്ട് ഇട്ടിട്ടല്ലോ. ഇത് വെച്ചപ്പോ അത്യാവശ്യം നല്ല പവറിൽ ചുമരായിട്ട് നിൽക്കണം. ഇതൊരു ചുമരായി മാറി അല്ലേ? ഇവിടെ മേലെ സി ചാനല്, അടിയിൽ സി ചാനല്, ജെ ചാനല് ആണ് വരുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ ബലം, അതവിടെ ഉണ്ടാവും. ഇനി മെഷിന്റെ ഇതൊക്കെ കവർ ചെയ്ത് പോകും. നേരെ പുട്ടിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് പെയിന്റ് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇനി നേരെ പ്ലാസ്റ്ററിംഗ് ചെയ്യാതെ പെയിന്റ് അടിച്ച് ഉപയോഗിക്കാൻ പറ്റും. സ്മാർട്ട് ബിൽഡിന്റെ ടീമാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ എവിടെയൊക്കെ നമുക്ക് സർവീസ് കൊടുക്കാൻ പറ്റും? കേരളത്തിലും ഏകദേശം ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും കൊടുക്കാം പറ്റും അല്ലെ? റേറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞു 145 ആണ് 2 ഇഞ്ച്, 195 ആണ് 3 ഇഞ്ച്, ആ രീതിയിലാണ് വരുന്നത്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഇതിപ്പോ വർഷങ്ങളായി നിങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോ ഏകദേശം തുടങ്ങിയിട്ട് ഒരു 14 വർഷത്തോളം ഈ മെറ്റീരിയലായി. ഇതിലെ ഉള്ള ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇന്നലെ പോലും ഇതിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. ഇന്ന് വീഡിയോ കാണുമ്പോഴാണ് അറിയുന്നത്. അപ്പോൾ കാലം മാറുമ്പോൾ നമ്മൾ ആവശ്യങ്ങൾ അറിഞ്ഞ് ഓരോ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് വരികയാണ് അല്ലെ? അപ്പൊ നമ്മുടെ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കയ്യിൽ നിറയെ പൊടിയാണ്.